എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. 6 ചാപ്റ്റർ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുന്ന മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് 7ാമത്തെ ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. എന്നൊക്കെ ഞാൻ പോയിൻ്റ് ചെയ്തിരിക്കുന്ന നോക്കിയാൽ മതി. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗമാണ്. അപ്പോൾ ഗതാഗത ആശയവിനിമയ സംവിധാനം എന്തിനാണ്? മനുഷ്യർക്കിടയിലുള്ള ഭൗതികമായ അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണ് ഇത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അപ്പോൾ ഇതാണ് ഗതാഗത ആശയവിനിമയ സംവിധാനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക. അടുത്ത് നോക്കാം. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വാഹനങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളായിരുന്നു. പിന്നെ മനുഷ്യൻ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ന് വാഹനം ഉപയോഗിക്കുന്നത്? എന്തെല്ലാം ആവശ്യത്തിനാണ്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെയാണ് ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. കൊള്ളത്തിൽ നോക്കിയ വാഹനം എന്ന് വെച്ചാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് അർത്ഥം. മനുഷ്യൻ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിച്ചിരുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. അപ്പോൾ മനുഷ്യൻ യാത്രയ്ക്കായിട്ടും ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചുള്ളതോ അല്ല യന്ത്രമല്ലാത്തതോ യാന്ത്രികേതരമായിട്ടുള്ളതോ ആയ സംവിധാനങ്ങളാണ് വാഹനങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ചക്രങ്ങളിൽ നിന്ന് വാഹനങ്ങളിലേക്ക് നോക്കിക്കോ. ആ കോളത്തിനകത്തുള്ളത് നോക്കിയാൽ മതി. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തി. എത്ര വർഷം പഴക്കമുള്ളതാണ്? ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രങ്ങളാണ് കൊടുത്തേക്കുന്നത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ഈ ചക്രം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മേപ്പിൾ മരപ്പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്തത് നോക്കൂ. മെസപ്പൊത്തോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു? ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പെട്ടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. അപ്പോൾ എന്ത് തരത്തിലായിരുന്നു? 3 പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. പിന്നെ ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയ ആരാണ്? ഈജിപ്തുകാരും റോമാക്കാരും. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പം മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം. അടുത്ത താഴോട്ട് വരുമ്പോൾ നോക്കാം. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ എങ്ങനെ ഉപയോഗിച്ചിരുന്ന? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നീട് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നൊക്കെ ചക്രം ഉപയോഗിച്ചിട്ടുള്ള പുരോഗമനങ്ങളാണ് കാണിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. പിൽക്കാലത്ത് എന്ത് ചെയ്തു?
യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വണ്ടികൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ഏതൊക്കെ ഗതാഗത മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഇപ്പോൾ ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതത്തിൽ വരുന്നതാണ് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. കരഗതാഗതത്തിലുള്ളതാണ് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. ജലഗതാഗതത്തിൽ വരുന്നതാണ് ഉൾനാടൻ ഗതാഗതവും കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതം. വ്യോമഗതാഗതത്തിൽ വരുന്ന ഏതാണ്? ദേശീയ വ്യോമഗതാഗതവും അന്തർദേശീയ വ്യോമ ഗതാഗതവും. കരഗതാഗതം എന്താണ്? കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. അപ്പോൾ കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് ഏത്? കരഗതാഗതം. ഏതൊക്കെയാണ്? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. റോഡ് ഗതാഗതം എന്താ? വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? സഞ്ചാരപാതകൾ വേണം അല്ലേ? വാഹനങ്ങൾ സുഗമമായി പോകണമെങ്കിൽ എന്ത് വേണം? സഞ്ചാരപാത വേണം, അതായത് റോഡ് വേണം അല്ലേ? പലതരത്തിലുള്ള റോഡുകളാണ് താഴെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് നോക്കിയാൽ മതി. അത് നോക്കാം. മക് ആദം റോഡുകൾ. മക് ആദം റോഡുകൾ എന്താണെന്ന് നോക്കാം. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള ആധുനികമായ രീതിയിലുള്ള റോഡുകൾക്ക് തുടക്കമിട്ടത് ആരാണ്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളെ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ റോഡ് ശൃംഖല നിലവിലുണ്ട്? ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമൂഹികമായ ആയിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള ആയിക്കോട്ടെ വളർച്ച ഉറപ്പ് വരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. അത് നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതാണ്? സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് ഏത്? സുവർണ ചതുഷ്കോണം. അപ്പോൾ ഏതാണ്? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചൈന എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ സുവർണ ചതുഷ്കോണം പാത കടന്നു പോകുന്നുണ്ട്. അവിടെ നോക്കിക്കോ. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് പഠിച്ചോളണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാത, ദേശീയപാത, എക്സ്പ്രസ് ഹൈവേ എന്ന ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ടെന്ന്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഏതാണ്? ഇന്ത്യയിലാണ് എന്നുള്ളതും ഈ പ്രധാന ഹൈവേ എന്ന് പറയുന്ന ആ ടോപ്പിക്കും പഠിച്ചോളണേ. അടുത്ത നോക്കിക്കോ. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ആദ്യ റെയിൽപാത എന്നാണ് നിർമ്മിച്ചത്? 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ ആദ്യ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഏത് ട്രെയിനാണ് ഇതിൽ ആദ്യം ഓടിച്ചത്? ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന് പറയുന്ന ലോക്കോമോട്ടീവ് ആണ് ഈ റെയിൽ പാതയിലൂടെ ആദ്യമായിട്ട് ഓടിച്ചുകൊണ്ട് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്.
അടുത്ത നോക്കാം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമെന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പം കടൽ മാർഗം ഒരു യൂറോപ്പിലേക്ക് എന്ത് ചെയ്തിരുന്നു? പ്രകൃതി വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളും കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ആയിരുന്നു. ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെ 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ടു താനെ ആയിരുന്നു 1853. കേരള ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ ടു തിരൂർ 1861. കേരളത്തിലാദ്യം ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് 1861. അത് നോക്കുക, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. മെട്രോ റെയിൽ എന്താണ്? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. അപ്പോൾ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതാണ് റെയിൽ ഗതാഗതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. 1850 അത് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 അത് ആരംഭിക്കുന്നത്. അടുത്തത് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്താണ്? താരതമ്യേന ചെലവ് കുറവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. ചെറിയ ദൂരങ്ങൾ നമുക്ക് പോകുന്നതിന് എത്ര അനുയോജ്യമാണ് റോഡ് ഗതാഗത മാർഗം. റെയിൽ ഗതാഗതം ഏതു പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യമായി ആരംഭിച്ചത്. അപ്പോൾ റെയിൽവേ സംവിധാനം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചു. അപ്പോൾ 1825 ജോർജ് സ്റ്റീഫൻസനാണ് ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രെയിനിൽ ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. പിന്നീട് സാങ്കേതിക വിദ്യ വളർന്നതോടെ ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും ഒക്കെ നിലവിൽ വന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതി. ജലഗതാഗതം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം ജലഗതാഗതം എന്ന ആശയം ആദ്യമായിട്ട് എത്തിച്ചേർന്നത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗത്ത് തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണത്തിന് എളുപ്പമാക്കി മാറ്റി. പിന്നീട് തോണികൾ നിർമ്മിക്കാനൊക്കെ അവരെന്ത് ചെയ്തു? ആരംഭിച്ചു. അടുത്തത് മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങളാണ് അവർ ഉപയോഗിച്ചത്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഹാരപ്പയിൽ നിന്ന് കിട്ടിയ മുദ്രകളിലും ലോത്തലിൽ നിന്ന് കിട്ടിയ മുദ്രകളിലും മെസപ്പൊട്ടോമിയയിൽ നിന്ന് കിട്ടിയതിലൊക്കെ ബോട്ടിൻ്റെ മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത് അക്കാലത്തെ ജലഗതാഗതം നിലനിന്നതിൻ്റെ തെളിവാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കുക. അപ്പോൾ ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും രണ്ടായി തരംതിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം.
നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ പാത നമ്പറാണ് 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് ദേശീയ ജലപാത നമ്പർ 3. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവ. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. അടുത്തത്, ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. അപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ആദ്യം കൽക്കരി കൊണ്ടുപോകാനായിട്ടാണ് അവർ എന്ത് ചെയ്തത്? നിർമ്മിച്ചത്. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. കാരണം മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അടുത്ത് നോക്കുമ്പോൾ സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. അപ്പോൾ സമുദ്ര ഗതാഗതം എന്ന് പറഞ്ഞ് സാധ്യമാവുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയും ആണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്. സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം എന്ന് പറയുന്നത്. അടുത്ത, വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്കിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു. ജാക്കോസിൻ്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്ന അദ്ദേഹത്തിൻ്റെ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്കോസിനെ ഏറെ ചിന്തിപ്പിച്ചു. അപ്പോൾ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്ന് അദ്ദേഹത്തിന് അത് അതിശയമാണ് ഉണ്ടായത്. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറ എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൻ്റെ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അടുത്ത് നോക്കാം, ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൻ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. അതാണ് റൈറ്റ് സഹോദരന്മാർ. അപ്പോൾ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള വിമാനം നിർമ്മിച്ചത്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അപ്പോൾ ഇവർ നിർമ്മിച്ച ആദ്യ വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? ഫ്ലയർ 1. അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്ന് ഉയർന്നത്.
കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണ്? വ്യോമഗതാഗതമാണ്. അടുത്തത് ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നതെന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്കാണ് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയപ്പോൾ 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ഇവിടെ ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ എയർലൈൻസ് ഏതായിരുന്നു? വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരുന്നു. അത് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജൂഹുവിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജൂഹുവിലാണ്. അടുത്തത് വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. പിന്നെ ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത് നോക്കാം. സൗണ്ട് കുറച്ച് പ്രോബ്ലം വരും, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്നുണ്ടാക്കുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. എന്തൊക്കെയാണ്? വർദ്ധിച്ച ഗതാഗതക്കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. അടുത്തത് എന്താണ് ആശയവിനിമയം? ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. അപ്പോൾ ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയമെന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ആദിമ മനുഷ്യർ ശരീരമുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. അപ്പോൾ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണമാണ്. ചിത്രങ്ങളും ചിഹ്നങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികളും എഴുത്തുവിദ്യകളും എന്ത് ചെയ്തു? രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചപ്പം എഴുത്തുവിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ലിപി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്യൂണിഫോം. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് എന്ത് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. സുമേറിയക്കാരുടെ ലിപിയാണ് എന്ത് പറയുന്നത്? ക്യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതലം ഉപകരണം. കൂർത്ത കല്ല് എവിടെയാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്? ശിലകളിൽ. ലോഹ എഴുത്താണി ചെമ്പ് തകിടിൽ, എഴുത്താണി അല്ലെങ്കിൽ നാരായം താളിയോലകളിലാണ് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അടുത്തത് ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയുമാണ് എന്ത് ചെയ്തത്? ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്, രാജവിളംബരം. കണ്ട, അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും എളുപ്പത്തിൽ എന്ത് ചെയ്തു? കൈമാറാനായിട്ട് ആരംഭിച്ചു. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യമായിട്ട് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച ആരാണ്? ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആരാണ്? ജർമ്മൻകാരനായ ഗുട്ടൻബർഗ്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇത് നമുക്ക് ഗുട്ടൻബർഗിൻ്റെ പിക്ചറുണ്ട്. സംക്ഷേപ വേദാർത്ഥം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം.
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. അപ്പോൾ തപാൽ സംവിധാനം വന്നതോടെ ആശയവിനിമയം എന്ത് ചെയ്തു? വേഗത്തിലായി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് വായിച്ചു വിട്ടാൽ മതിയേ. അടുത്ത് നോക്കാം, ആശയവിനിമയ രീതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആശയവിനിമയം ഉണ്ട്, ബഹുജന ആശയവിനിമയം ഉണ്ട്. വ്യക്തിഗത ആശയവിനിമയം എന്താണ്? രണ്ട് പേർ തമ്മിലുള്ളതും. ബഹുജന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തിൻ്റെ മധ്യേ നടത്തുന്ന ആശയവിനിമയം. വ്യക്തിഗത ആശയവിനിമയത്തിന് വരുന്ന ഉപാധികൾ ഏതൊക്കെയാണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. ഉദാഹരണം ഏതൊക്കെയാണ്? ടെലിഗ്രാഫ്, ടെലിഫോൺ, മൊബൈൽ ഫോൺ, ഇമെയിൽ, ഇൻ്റർനെറ്റ്, ഫാക്സ് മെഷീൻ, ഇൻലൻഡ്. അടുത്ത ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. അപ്പോൾ ഒരു വലിയൊരു ജനക്കൂട്ടത്തിൽ സന്ദേശമോ ആശയമോ എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികളെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക. അതിന് മുമ്പ് നോക്കിക്കോ, ബഹുജന ആശയവിനിമയ ഉപാധികളാണ് കൊടുത്തിരിക്കുന്നത്. വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവു നാടകം. അടുത്ത് നോക്കുക, ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ എന്താണ്? ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് ചുവടെ കൊടുക്കുന്നത്. വീഡിയോ കോൺഫറൻസ്, ഇ കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ. വീഡിയോ കോൺഫറൻസ് എന്താണ്? അകലെയുള്ള സ്ഥലങ്ങളിലിരുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയം കൈമാറാനുമുള്ള രീതി, അതാണ് വീഡിയോ കോൺഫറൻസ്. ഇ കൊമേഴ്സ് എന്താണ്? ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനം. നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തൂലേ, അത്. ഇമെയിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങളും അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ടെലിമെഡിസിൻ, വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. അടുത്തതിൽ ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യം വളർത്തുന്നതിനും സഹായകരമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.